ഇന്നല്ലടാ ഇത് മറ്റേ ഇത് ചേച്ചി ഹെൽമെറ്റ് ഊരിയേ അല്ല പുറത്ത് ഡോക്ടർമാർ ഇങ്ങനെയാ മൈൻഡ് ചെയ്യണ്ട. അല്ല മോബി എടാ ഒരുങ്ങി ഇപ്പൊ അവിടെ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മള് വിളിക്കാം. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എയർപോർട്ടിൽ പോണേ. എടാ നിങ്ങള് പേരൊക്കെ പറഞ്ഞു. ഇറ്റാച്ചിന്റെ പേരെന്തരി? എടാ നിങ്ങള് 3 പേര് മാതിരി അങ്ങോട്ട് മറ്റേ ഒരുമിച്ച് പറയാൻ പറ്റുന്ന പോലത്തെ പേരിട്. വീരപ്പൻ, ഡോക്ടർ അപ്പുക്കുട്ടൻ, ലിംഗേഷ്. മാറിപ്പോവില്ലേ? എടാ എന്നെ വിളിക്കണ്ട ലയർ. ലിംഗേഷ് ചത്ത് പൊന്തി വന്നോണ്ട് എന്തുകൊണ്ടാ പ്രശ്നം? ഒരു പ്രശ്നമില്ല എനിക്ക്. ഓർമ്മ പോകുന്നൊക്കെ പറയാം. അപ്പൊ എനിക്ക് വേറെ ആൾക്കാർ സംസാരിക്കും. ഓർമ്മ പോവും. പിന്നെ ലൈംഗിക സാധനങ്ങളൊന്നും അത് നിന്റെ അങ്ങനെ പറയണോട്ടാ. അത് പതാരൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. ലൈംഗിക അവയവങ്ങൾ അത് തന്നെ. അപ്പം തന്നെ ഇട്ടിട്ട് പോണോ? ആംബുലൻസ് എയർപോർട്ടിൽ നിന്ന് വരുവാ. EMS-നോട് ചോദിച്ചു നോക്കാം. EMS-ന്റെ ഹെലി വേണമെങ്കിൽ എടുക്കരുത്. ഇപ്പൊ എന്റെ ചേച്ചിനോട് പറഞ്ഞ ആംബുലൻസ് ആയിട്ട് വരും. ശരിയാണല്ലോ. അഡ്മിനോട് ചോദിച്ചാ പോരെ? ചോദിച്ചു നോക്കാം. നീയാണേ ബൈക്ക് വരുന്നേ? ഹെൽപ്പ് ഇട്ടോക്കട്ടെ. ഞാൻ എത്താറായില്ല. എടാ ഇതുണ്ട് ഇവന് ഇലക്ട്രിക്കൽ ഡിസ്ഫങ്ഷൻ. അണ്ടി പോടാ ലിംഗേഷ്. ഹെൽപ്പെടുന്ന നിങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ വണ്ടികളായിട്ട് മാറ്റിട്ട് പൊളിപ്പിച്ചൊക്കെ ഇട്ട് ഇറങ്ങ. ഇത് ഡോക്ടറല്ലേടാ, ഇത് ഗുണ്ടാ ഡോക്ടറായിട്ട് കൂട്ടും. ഓപ്പറേഷൻ ഹലോ ഒരു ആംബുലൻസ് ഒന്ന് സ്പോഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. നമ്മള് പ്രശ്നമൊന്നുമില്ല, ഒരു കാര്യം. ഒരു സ്ഥലം വരെ പോത്തേ ഉള്ളൂ. ഒരു മിനിറ്റ്. ഇവന്റെ കമ്പാക്ക് ആയി. അപ്പൊ അതിന് ആംബുലൻസിൽ കൊണ്ടുവരും. അല്ലെ ഞാൻ പോയിട്ട് മറ്റേ ബീജി ഒക്കെ എടുത്തിട്ടില്ല. ആംബുലൻസിലാണ് പോണത്. മൊത്തത്തില് നിന്റെ ഇതൊന്നും പോടാ. അങ്ങനൊന്നും ഇല്ല എനിക്ക്. അവയവങ്ങൾ എനിക്ക് മണിയുണ്ട് എനിക്ക്. മണിയുണ്ട്. പോടാ. പിന്നെ നിങ്ങൾ ഡോക്ടർമാര് അതൊക്കെ ശരിയാക്കിയില്ലേ? ഇല്ല, ശരിയാക്കാൻ പറ്റില്ല. സൈഡ് എഫക്ട് അടിപ്പിക്കാൻ പറയാം. ഒന്നില്ലടാ. പക്ഷെ അവിടത്തെ നാച്ചുറലി ഇനി ഇതാവൂല. അതിന് സ്റ്റെറോയിഡ് വേണം. ഹാർഡ് റോക്ക് വേണം. എടാ പിന്നെ അല്ല ഞാൻ ആംബുലൻസിൽ ലിംഗേഷ് ഇവന്റെ 2 ടെസ്റ്റസ് അടിച്ച് മൊത്തത്തിൽ പോയി. ഓക്കെ, ഒരു ടെസ്റ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ മൊത്തത്തിൽ കൗണ്ട് പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയണം. ഇപ്പൊ 2 മുട്ട ഇருக்கு. അതില് 1 മുട്ട മട്ടും വർക്കിങ്, 1 മുട്ട ഇല്ല. എടാ പോടാ. മുട്ട നിന്റെ വായില്. എന്റെ ഒരു മുട്ട വേണമെങ്കിൽ ആംബുലൻസ് പോലെ ഒരു വണ്ടി ആക്കി തരാം. എങ്ങനെയാലും ആക്കി തന്നെ. പോരാ.
അതായാലും മതിയല്ലേ, കേസായാലും കുഴപ്പമില്ല. എന്ത് കേസ്? ഇപ്പൊ നമ്മളെ ആംബുലൻസ് എടുത്ത് കേസാവണ്ട. എന്ത് എടാ, കേസറാ? പിന്നെ ലിങ്കേഷേ சொல்லடா. ഇവനെ ഇതാക്കി വിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ന്യൂട്രാക്കി വിട്ടേ ഇവനെ. എന്തൊക്കെയാണ് ഈ പറയണത് നീ അളിയാ? ന്യൂട്രാക്കി വിട്ടെന്നല്ലേ പറഞ്ഞോളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, എല്ലാം നിങ്ങൾ റെഡിയാക്കി. യു ആർ എ ഗുഡ് ഇല്ല ഇല്ല, ഡോക്ടർ. ചെറിയ അസുഖങ്ങളുണ്ട്. അസുഖങ്ങളും പതുക്കെ മാറത്തുള്ളൂ. ഈ വിഷം എന്ന് വെച്ച് കഴിഞ്ഞാല് വിഷം കുടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നീ മറ്റേ ഹെൽത്തി ആയിട്ടല്ലേ വരാൻ പോണത്. നിനക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവുന്ന പറ, അങ്ങനെയൊക്കെ പറ. കണ്ടാ, ഇതാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ന്യൂട്ര അടിച്ചത്, മനസ്സിലായ? അല്ലെങ്കിൽ ഇങ്ങനത്തെ കഴപ്പുകളൊക്കെ കാണിക്കും. എന്റെ അമ്മയ്ക്ക് എന്റെ ഒന്ന് പ്രാർത്ഥിക്കണം. ഐസിയിലാണെന്നാ എല്ലാരും. വീരപ്പൻ ഈ മണി സിറോക്സ് എന്ത് സംഭവിക്കും? അത് മണിവീക്കം ജിമ്മോണിയാവോ? എല്ലാം ജിമ്മോ ഇല്ല. പവർ കൂടും. ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് ഈ പറ? എന്താ എനിക്ക് മണിയുണ്ട്. അതോരല്ലോ ഒരെണ്ണല്ലേ ഉള്ളൂ, ഒരെണ്ണം കാണില്ല. അടിച്ചു പോയി ബ്രോ. മണി എല്ലാവർക്കും ഒരെണ്ണല്ലേ ഉള്ളൂ. മണി 2 എണ്ണം കാണും എല്ലാരും. അതും ഉണ്ടല്ലേ? ആ അത് ബാളല്ലേ അത്? ബാളുണ്ട്, 2 ബാളുണ്ട് എനിക്ക്. ഒരു ബോള് പോയി. ഇതെന്ത് ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടേ? നിങ്ങൾ എന്ത് ഈ പറയണത് ബ്രോ? അത് വിഷത്തിന്റെ കൂടെ അലിഞ്ഞു പോയി. അലിഞ്ഞോയിന്നാ? ഒരു സൈഡ് കിഡ്നി തകർന്നു പോയി, മനസ്സിലായ? തകർന്നല്ല, തളർന്നു പോയി. കിഡ്നിയൊക്കെ ഉണ്ട് എനിക്ക്. കിഡ്നി ഇവിടെ മറ്റേ നിന്റെ നെഞ്ചത്തെ 2 സാധനല്ല കിഡ്നി, മനസ്സിലായ? കിഡ്നി അകത്തായിരിക്കണത്, നെഞ്ചത്തല്ല, മനസ്സിലായ? മണിയുണ്ട്, നമുക്ക് 2 ഉണ്ട്. മൊത്തത്തില് ഒരു സൈഡേ നിന്റെ പോയി, ഇതെന്ത് ഇതെന്ത്? ഈ ഡോക്ടറൊന്ന് കൊന്നളയോ? എനിക്ക് ഇങ്ങനത്തെ വേണ്ട. ഗോലി വെച്ചാ ഗോലി. അതിന്റെ ഡാഡി കൊണ്ടുപോയി തിരികെ. അതിന്റെ ഡാഡി കൊണ്ട് തിരികെ. ഒരു ഗോലി പോലല്ല, 2 ഗോലി ഒരുമിച്ച് വെച്ചാലേ. അതെ ചേച്ചിയെ, സാൻഡ്രോന്റെ ഗോലി കിട്ടുവോ? അവള് വരട്ടെ, അവള് വരട്ടെ. ഇരുന്നുണ്ടോ? ഇന്നൊരു ഷണ്ടറാക്കിട്ട് നമ്മൾ ഇവിടുന്ന് വിടും. ഇല്ല, അതും പോയി. ഓർമ്മയില്ല. അത് കാതലി എന്ന് വെച്ചാ ഒരു മുട്ടയ്ക്ക് എല്ലാമേ ഇനി ഒരു മുട്ട പോയിട്ട് കുട്ടി തന്നൊക്കെ പിന്നാലെ കുട്ടി ഓർമ്മ വരും. ഇതെന്തല്ല ബോള്? അല്ലെ ഓർമ്മയില്ല എനിക്കിപ്പം. അപ്പം നീ പയ്യ എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് കൊച്ചിലെ ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാം പോയി. ഒരു കൊച്ചുകുട്ടിനെ പോലെ നീ ഇപ്പൊ ബിഹേവ് ചെയ്യാൻ മനസ്സിലായി? കൊച്ചുകുട്ടിയാണല്ലേ? ഞാൻ പണ്ടേ കൊച്ചുകുട്ടിയാണ്. എടാ നീ മോനെ, ഈ പുണ്ടച്ചു മോനൊന്ന് കൊണ്ടുപോയി ഡോക്ടറല്ലേ ഇപ്പം. ഞാൻ ഒരു ട്രീറ്റ്മെന്റ് പണ്ടിടാ. ഇവന് പയ്യടി ഇവന്. എടീ ഡോക്ടർ വീരപ്പനല്ലേ? ഡോക്ടർ തീട്ടേഷ് ഇവന്റെ പേര്. എങ്ങടാ அந்த குழந்தை எங்கடா? டாக்டர் தீட்டேஷ். டேய் ஆ பொம்பளைய எடுத்து சீக்கிரம் வர சொல்ல. டேய் எங்கடா சீக்கிரம் வாடா. സീക്രം വാടാ മാബി. എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല, അതാ കിടക്കുന്നു. யாரதுக்கு எவ்வளவு ആൾക്കാർ இருக்கு? ഹലോ സ്നൈപ്പ് ഇവിടെ. ഹലോ കുട്ടി, ഞാൻ പറഞ്ഞത് നമ്മളെ ഡോക്ടർ ഇപ്പൊ പോയിട്ട് നേരെ പോയി തൊടാനൊന്നും നിക്കല്ലേ. എനിക്ക് തൊടണോ? സ്നൈപ്പ് ഇവിടെ. ഹലോ തൊടാം, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഉടനെ പോയിട്ട് അങ്ങ് തൊടല്ലേ, ഇൻഫെക്ഷൻ ആയിടും. അതെ. நாங்களுக்கு வந்து உன்னோட கொஞ்சம் பேசணும். പറഞ്ഞോ. കണ്ട, ഞാൻ മര്യാദ ആ പെങ്കൊച്ചിനെ വിളിക്കണ്ടെന്ന് പറയാം. ആ പെങ്കൊച്ചി അസ്രേലിനെ തോളത്തേറ്റി വന്നിരിക്കണം. ആ
അകത്ത് തന്നൊക്കെ പിന്നാലെ கொஞ்சம் ஆஃப் எஃபெக்ட்ஸ் இருக்கு குட்டி. കൊറേ സൈഡ് എഫക്ട്സ് இருக்கு. സൈഡ് എഫക്ട്സ് എന്ത് സൈഡ് குட்டி வந்து அது வந்து குட்டி. ஷாக் ஆவல. நான் ஒரு எக்ஸாம்பிள் சொல்றேன். அது வந்து ஒரு സൾഫ്യൂരിക് ആസിഡ് നമ്മ എങ്ക എടുത്തു. അതിലെ 2 കോഴിമുട്ട പോട്ടു. അതിൽ ഒരു കോഴിമുട്ട അവിഞ്ചു പോச்சு. ஆனா ஒரு கோழிமுட்டை நம்ம சேவ் பண்ணிட்டேன். முட்டை பாக்கி இருக்கு. சல்ஃபியூரிக் ஆசிடே தரணம் பண்ணி ஒரு முட்டை பாக்கி இருக்கு. ஆமா. அந்த முட்டைக்கு வந்து ரொம்ப பவர் குட்டி. தெரியாதா? அந்த முட்டை இந்த ஸ்னைப்பின் அகத்து இருக்கு. அது வந்து ஸ்னைப்பின் இப்போ ஒரு முட்டை தான் இருக்கு. ஆனா 2 முட்டை இல்ல. பவர்ல முட்டை. அந்த விஷம் அந்த இரண்டாவது முட்டை காமிச்சு அமிச்சு விட்டு ஒரு முட்டை போயிட்டு குட்டி. போய் ரெண்டாவது பிரசம் இவங்களுக்கு குட்டிக்காலத்துல இருக்கு ஓர்ம தான் இருக்கு. இப்போ ஒன்னும் ஞாபகம் இல்லை. ஞாபகம் இல்லை. ஞாபகம் மோதிரே വനം ഏകിരേ. എന്നെ മറന്നിട്ടുണ്ടാവോ? എന്നെ മറന്നിട്ടുണ്ടാവല്ലോ. சான்ஸ் இருக்கு. ஆனா இவங்களுக்கு பல்லு தேக்க கூட தெரியாது. எல்லாம் மறந்து போச்சு. ஹெல்ப் பண்ண முடியணும். കുട്ടിക്ക് ഹെൽപ്പ് பண்ண ഓക്കേയാ? ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. എവിടെ എന്റെ സ്നൈപ്പിനൊന്ന് പല്ല് തേപ്പിക്കണോ, കുളിപ്പിക്കണോ, അപ്പിടിപ്പിക്കണോ, എല്ലാമേ ഇനി സ്പൂൺ ഫീഡ് ചെയ്യണോ? ഞാൻ ചെയ്തോളാം. എന്റെ സ്നൈപ്പിനെ ഒന്ന് കാണിക്കോ? കുട്ടി ഇട്ടിട്ട് കാര്യങ്ങളാ അവനെ കൊണ്ട് ഇടിപ്പിക്കണം. അവന് വേണ്ടി ഇട്ടിട്ട് കഴിഞ്ഞാൽ അവന്റെ വയറ്റിൽ നിന്ന് പോകില്ല. എന്റെ സ്നൈപ്പിനൊന്നും കാണിക്കോ? ഹലോ കണ്ടോ തൊടാൻ നിക്കണ്ട. എവിടെ ഇത് വന്ന് തമ്പി തീർത്തപ്പായില്ലേ? ഹലോ തമ്പേ ഹലോ അയ്യോ ഹലോ ഇപ്പൊ ഹലോ ചുട്ടു. ഹലോ நான் சொல்லல இவங்க ஒன்னு ஞாபகம் இருக்காது. ഹലോ പറവായില്ലേ? പുട്ട് മുട്ട പോതോടാ. തലച്ചോറ് പോയി ഹലോ ஆனா அந்த ஒரு மொட்டை அந்த ஒரு மொட்டைக்கு அது இவனுடைய வாயில் இருக்கு. അല്ല അതല്ല മൊട്ടൈ മൊട്ട നീ തന്നെ മൊട്ട കഴിച്ചിട്ടാ ചുട്ടു. ഹലോ ചുട്ടുവാ ഇതെന്നത് ചുട്ടു ഒരു മുട്ട ഉണ്ടെങ്കിൽ എന്താ കൊണ നോക്കാവന്റെ 2 മുട്ടയും എന്തൊക്കെ ചെയ്തേ. ഹലോ ഹലോ എന്നെ മനസ്സിലായോ? ഹലോ എന്നെ മനസ്സിലായോ? ഇത് വന്ന് ഒന്ന് കാതലി കാതലി എന്ന് വെച്ചാ വെച്ചാല് ഗേൾഫ്രണ്ട് അനുപുക്കിയ അത് ആദ്യത്തെ ഞാൻ சொல்லில അവന് ഒന്നും ஞாபகம் தெரியாது. ഹലോ എന്തോ ഇടുന്നു ടൈം കൊടുത്താ പോതും. കൈയടിക്ക് ചുട്ടു. എന്തോ ഇടുന്നു ഇങ്ങനെയാണോ ലൈറ ഒരു മറന്നിരിക്കുന്ന ആളുടെ അടുത്ത് കാണിക്കേണ്ടത്? ഇല്ല അവന് വയ്യ. അവൻ നിക്കുന്നുണ്ടോ? കേറ് കയ്യില് കേറ്. ഹലോ ഹലോ ഡോക്ടേഴ്സ് ഹലോ ഡോക്ടേഴ്സ് കയ്യില് കേറ്. ഹലോ ഡോക്ടേഴ്സ് ഹലോ കയ്യില് കേറ്. എടാ ലിങ്കടാ. ഹലോ കയ്യില് കേറ്. എന്തോ ഇടുന്ന് ഈ കൊച്ചി. അല്ല അവരെ എടുക്കാൻ പറ്റത്തില്ല. എന്താ എടുക്കാൻ പറ്റില്ല. അതാണ് இப்ப வந்து அவட சிசேரியன் பண்ணிட்டு இருக்க அமைச்சு விட்டா இருக்கு. ஆனா அவங்கள வந்து தொடக்க விடாது. இப்ப வந்து அவட ஒன்னு நியூட்ரல் பண்ணிட்டேன். മനസ്സിലായാ? അവിടെ ഞാൻ തൊടത്തില്ല. എന്റെ കയ്യില് ഹലോ കയ്യില് കേറാലോ. അവിടെ പൊടി ഒന്നും തട്ടാണ്ട് സൂക്ഷിക്കണം. എപ്പോഴും മൂടിയിട്ട് തന്നെ ഇരിക്കണം.
ஹலோ எல்லாம் என்ன ஒரு முட்டையை ஒடியும். ഡെറ്റോൾ இருக்கா எல்லா வீட்லயும் ഡെറ്റോൾ അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് பண்ணிருக்கோம். വണ്ടി എടുക്കണ്ട ഡോക്ടർ, നമുക്ക് പോടാം. வண்டி எடுக்க வண்டியவா? டேய் வாடா. ഞാൻ കൊണ്ടോ. ഹലോ ഞാൻ നോക്കിക്കോളാം. இல்ல 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 ഇൻഫെക്ഷൻ വരും, ഇൻഫെക്ഷൻ ഞാൻ വരും. നോക്കിക്കോളാം. ഇല്ല ഇല്ല രണ്ട് മുട്ട ഇട്ടിട്ട് തരാം. പോലെ ചുട്ടു രണ്ട് മുട്ട ഇട്ടിട്ട് വണ്ടി തരാം. കയറി വണ്ടി കയറി. അപ്പൊ നായിരിക്കണ്ടേ? പേഷ്യന്റ് ഏയ് വണ്ടി കയറണോടാ. ഡേയ് പേഷ്യന്റ് കയറണോടാ. പേഷ്യന്റ് കയറി. പേഷ്യന്റ് കയറില്ല. പേഷ്യന്റെ കയറ്. ഡേയ് ഒരു മുട്ട കയറാ വേഗം. ചുട്ടു. ഹലോ ഞാൻ വരാലോ. ഇത് മുട്ടായി. ഞാൻ വരാലോ. എന്നെ കേറി நீங்க வந்து கூடாது, நீங்க வர கூடாது. നമ്മള് വന്ന് രണ്ട് മുട്ട ഇട്ടിട്ട് തരാം. ഓക്കെ குட்டி நாங்க வந்து ஃபேக்டரியில பேரிங் போல் கிடக்கும். அந்த பேரிங் போல் போயிட்டே இருக்கு. ഇച്ചിരി ഫ്രിക്ഷൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എടാ മോദി, ഡേയ് അങ്ങ് അവിടെ ചെന്ന് ഡെറ്റോൾ എടുത്തിട്ട് സീക്കറോവിനെ ഒന്ന് വാഷ് പണ്ണണം. சால்ட் வாட்டர் இருக்கா? சால்ட் வாட்டர். സാൾട്ട് വാട്ടർ ആയാലും പോകും. അവിടെ വന്ന് കുറച്ച് ബാക്ടീരിയ ഇരിക്കണേ, അത് മൊത്തം ക്ലീൻ பண்ணிட்டு என்னடா முருடா മക്കളെ എന്നെ വിറ്റടാ. உணவினமே இறங்கு குட்டி. வாடகை ஒரு முட்டாய். ഹലോ டேய் மொட்டை வாடா. ചുട്ടു ഞാൻ എടുക്കാ നിന്നെ. നിനക്ക് சுட்டுஇல்ல നടക്കാൻ പറ്റുമോ? ചുട്ടുമില്ല, മുട്ടായി മുട്ടായി. നിനക്ക് നടക്കാൻ പറ്റുമോ? ഹലോ ചുട്ടു ചുട്ടു ആര്? ചുട്ടുമില്ല, മുട്ടായി മുട്ടായി. ചുട്ടു നീ ഞാനാ? കുട്ടി മൊട്ടை മൊട്ടை എന്ന് വിളി. സുട്ടുവല്ല ഇത് മൊട്ടை. ആ നടക്കാം. നീ മൊട്ടയല്ല. നീ ചുട്ടു. മുട്ടയില്ലാന്ന് குளிக்க கூடாது. ரொம்ப മോളോട്ട് നടക്കാൻ இந்த പറ്റുമോ? റൂം വേണോ அந்த റൂം വേണോ? നേരെയുള്ള റൂം കൊള്ളാം. இந்த ரூம் வேண்டாம். இந்த ரூம்ல எடா ஆக ஒரு மொட்டை இருக்குடா. என்னடா நீ சொல்லிட்டு இருக்கு? ஆக ஒரு மொட்டை உள்ள. வா இந்த ரூம் போதும். வா. അയ്യോ கொஞ்சம் டஸ்ட் இருக்கு. பரவாயில்ல. பரவாயில்லை. കുട്ടി വന്ന് ക്ലീൻ பண்ணணும். ഓക്കേ ഏ? അല്ല ഇവിടെ റൂം മൊത്തം ഒന്ന് ക്ലീൻ பண்ணணும். ഇതെന്താ വാണത്തിന് ചിഹ്നം? ഭിത്തി മൊത്തം என்ன റോക്കറ്റ്. ഇപ്പോ മുട്ട ഉള്ള സമയത്തുള്ളതായിരിക്കും. இவங்கள சுட்டு மணின்னு சொல்லக்கூடாது. ஓகே மொட்ட மணின்னு கூப்பிடு. இப்ப சுட்டுதான் இருக்கு, மணி இல்லை. ചുട്ടു. ഹലോ ആ പറ. അല്ല അത് കേട്ടത് ചുട്ടു എന്ന് വിളിക്കണല്ലോ. கொஞ்சம் பேண்ட் கழட்டடா. பேண்ட் കുട്ടി പുറത്തോട്ട് പോ. குட்டி குட்டி கொஞ்சம் கீழே போய் கொஞ்சம் சால்ட் வாட்டர் எடுத்து ஊத்தி விடு. അതെങ്ങനെ? സോൾട്ട് വാട്ടർ എടുത്ത് എല്ലാം വന്ന് പാക്കണം. നമ്മള് ചെയ്തു തരാം. എങ്ങനെയാന്ന് ഫസ്റ്റ് ടൈം കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ കുട്ടി കുട്ടിയല്ല. ഡേയ് കൾട്ടടാ. ഡേയ് കൾട്ട്. ഡേയ് പൈലേ പാന്റ് കൾട്ടത്. ഡേയ് கொஞ்சம் கல்ட்டடா. അല്ലെങ്കിൽ கீழே கீழே போய் சால்ட் வாட்டர் எடுத்துட்டு வாங்க. സോൾട്ട് വാട്ടർ എടുത്തിട്ട് ലൈറ താഴേത് താഴത്തെ റൂമിന്ന്. താഴത്തെ റൂമിൽ கொஞ்சம் சால்ட் வாட்டர் எடுத்து ஊத்தி விடு. വാട്ടർ അങ്ങനെ എടുക്കുന്ന? ഹലോ வாட்டர் எல்லாம் எடுத்துட்டு வாங்க. நீங்க என்ன கேர்ள் ஃப்ரெண்ட் இது? ഇവിടെ ഒന്നും ഇല്ലടാ. ഇവിടെ ഒന്നും ഇല്ല. ഹലോ കാണുന്നില്ല. അവിടെ ഒന്നും ഇല്ല. டேய் நான் ഇങ്ങ ഓടല്ല. ഇതിന്റെ ചാവിക്ക് കറങ്ങുന്ന സൗണ്ട്. എന്നടാ ലോക്കിക്ക ഇത് കാണാനേ. குட்டி ரொம்ப கொஞ்சம் டைம் கொடுக்கலாம். நாங்க முட்டையை போலீஸ் பண்ணிட்டு മണി ഹലോ പാവം. ഹലോ അവര് ഡോക്ടേഴ്സിനെ ചെയ്യട്ടെ. இது வந்து முட்டை கூட தரோம். டோன்ட் வரி. ഒരു മുട്ട ഇപ്പൊ പ്ലേസ് பண்ணுം കുട്ടി.
സ്റ്റീലിന്റെ ബിയറിംഗ് എടുത്ത. ഇനി വന്ന് സ്നൈപ്പ് എപ്പോഴും നടക്കുമ്പോ ടിങ് 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 സൗണ്ട് കേൾക്കും. ഭയപ്പെടണ്ടട്ടാ. இது வந்து நேச்சுரல் நார்மல். அது வந்து அந்த ஸ்ட்ராங் மேக்னெட்டிக் ஃபீல்ட்ல வந்து இவங்கள கூட போகாது. ஓகே കറക്കും. மொட்டை ஒட்டி இருக்கு அந்த மேக்னெட் ஒட்டி இருக்கும். ഇനി വന്ന് മറ്റേ MRI സ്കാൻ ചെയ്യുമ്പോ മുട്ട മാത്രം അപ്പുറത്ത് പോയിരിക്കും. அவ்வளோ இது பவர். இப்ப வந்து 2 மொட்டை இருக்கு. ஒரு ஃபினிஷிங்காக 2 மொட்டை இருக்கு. ഓക്കേ അപ്പൊ ഡോക്ടർ ചോദിക്കട്ടെ, ഒരെണ്ണം സ്റ്റീലിലല്ലേ, അപ്പൊ റസ്റ്റ് പിടിക്കൂലേ? ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്രീസ് ഇട്ട് കൊടുത്താൽ ഇട്ട് തേച്ചാൽ മതി. ലെയർ ഇട്ട് കൊടുക്കൂലേ? അപ്പൊ ഞങ്ങൾ ഹലോ ഷിട്ടു ഓക്കെ അല്ലേ? ഹലോ ഷിട്ടു மட்டும் கூப்பிடு, மணி கூப்பிடாது. മണി വെപ്പാണ്. ഹലോ ഓക്കെ ഓക്കെ ഓക്കെ. എണീറ്റ് ചാടിയേ. എണീറ്റ് സൗണ്ട് കേൾക്കും കേട്ടോ. രണ്ട് ചാട്ടം ചാടറാ. ചാടിയേ. ഓക്കെ ഓക്കെ. அந்த டிங் எப்பளோ வரும். പക്ഷെ പരവായില്ലേ, പരവായില്ല. നടക്കുമ്പോ അത്രയും ലൗഡ് ആയിട്ട് വരക്കൂടാது. സൈലന്റ് ആയിട്ട് ടിങ് ടിങ് സൈലന്റ് ആയിട്ട്. நீங்க கொஞ்சம் கிரீஸ் போடு. അകപ്പുറത്ത് പിന്നെ നിന്നെ നോർമലാക്കാൻ പറ. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഒരു ആർപ്പിയാണ് നിങ്ങൾ, അത് അങ്ങനെ എൻജോയ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ എന്നെ പറഞ്ഞിട്ട് ഞാനത് ഇതാക്കണ്ട. ആർപ്പി ആയിട്ട് ഇതാക്കടാ. എന്നട്ടാ സ്പോഞ്ചാ സൗണ്ട് ഡാമ്പൻ ചെയ്ത് സൗണ്ട് പ്രൂഫ്. எல்லாம் ஓகேட்டா இருக்கு. ஆனா அவங்களுக்கு வந்து ஞாபகம் கிடையாது. கொஞ்சம் கொஞ்சம் கிடையும். அது ரொம்ப டைம் எடுக்கும் கிடக்காங்க. அது கொஞ்சம் எஃபோர்ட் இட்டு നോക്കിയാ മതി. അപ്പൊ நீங்க தான் கேர் பண்ணிட்டு அவங்களுக்கு ஞாபகம் வருத்தணும். ஓகே ஒரு காரியம் கூட നമ്മുടെ ഫീസ് வந்து 25 CR. ஒரு மொட்டைக்கே 10 CR. மொட்டை வந்து அந்த மொட்டை இல்லையா, இதெல்லாம் ராயண்ணன் கிட்ட கேளுக்கு. ராயண்ணன் இது வந்து டைட்டானியம் மொட்டை. ரொம்ப കുറച്ച് ஞாபகம் வந்துட்டடா. இதெல்லாம் அண்ணன் கிட்ட சொல்லடா. இத்தாச்சி அவன் தருமடா 25. வீரப்பன் இத்தாச்சி അവനും ഇത് എന്നെ മാതിരി മൊട്ടയില്ല. അത് എന്ത് വീരപ്പൻ? ഇത് വന്ന് ഞാൻ ഡോക്ടർ വീരപ്പൻടാ. അല്ല എന്നോട് ഇത് ചേട്ടൻ ഇറ്റാച്ചി. അവന് മണിയേ ഇല്ല. അവൻ വന്ന് சொல்லிட்ட ഈ തിരുട്ട് മൂച്ചിക്കൊന്ന് നമ്മളെ ഹെൽപ്പ് பண்ண. അവന് മണിയേ ഇല്ല അല്ലേടാ ബോബിയെ? അവൻക്ക് മണി ഇருக்கு. அதுதான் നീ ഇങ്ങനെ നിക്കുന്നത്. എന്നടാ ഈ சொல்லிட்டு இருக்கு. കുട്ടി നിങ്ങൾ പ്രോപ്പർ സർവീസ് പോടണം. എഞ്ചിൻ ഓയിൽ ഗ്രീസ് എല്ലാമേ இந்த മൊട്ടയ്ക്ക് പോടണം. എഞ്ചിൻ ഓയിൽ ഗ്രീസ് കാസ്ട്രോളിന്റെ ഓയിൽ കിടക്കും. നല്ല ഓയിൽ. ஆமா ஆயில் சேஞ்ச் ഒക്കെ பண்ணணும். ஓகே எடுத்து அவனோட வாயில ஊத்திக்கங்க. ரொம்ப சவுண்ட் இருந்தா ஏர் ஃபில்டர் சேஞ்ச் பண்ணுங்க. ஓகே ஓகே. പിന്നെ വേറൊരു കാര്യം കുട്ടി, ഇപ്പൊ വന്ന് എക്സോസ്റ്റിന്ന് സൗണ്ട് ഒന്നും വരില്ല. ഓക്കെ, എക്സോസ്റ്റിന്ന് കുറച്ച് ടൈം എടുക്കും സൗണ്ട് ഒക്കെ. അതിപ്പോ വന്ന് ബോൾ ബിയറിംഗ് എല്ലാം ഫിക്സ് പണിട്ട്, അതുകൊണ്ട് എക്സോസ്റ്റിന്ന് ഉടനെ ഇങ്ങോട്ട് സൗണ്ട് ഒന്നും വരാതെ. അതുകൊണ്ട് ആക്സിലേറ്റർ എപ്പോഴും കൊടുക്കണ്ട. ഓക്കെ, എന്താ വണ്ടി ആക്സിലേറ്റർ மட்டும் വണ്ടി ഇല്ലടേ അണ്ടി. உனக்கு தெரியாது. அது அவன் வழியே சொல்லிடு. குட்டி கியர் இடக்கூடாது. ஓகே, கியரே போடாது. கியர் போடன்னா அந்த பேரிங்க ரொம்ப போகும். ஓகே, ஒரு 1 மந்தோളം ഒന്നും ചെയ്യണ്ട. ഇത് வந்து മൊത്തം വീക്ക് മനസ്സിലായോ? ക്ലച്ചിലെസ് ഓടിട്ടാ இருக்கு. ഓക്കേ, ഡോക്ടറുടെ വേലയെല്ലാം മുടിച്ചാച്ചില്ലേ? പോങ്ക போங்க வாய் போட்டுதான் கேக்குறாதீங்க நீங்க போய். டேய் மொட்டை பாக்கலாடா, பாக்கலாம். ஸ்டீல் மொட்டை போங்கடா, வாடா. போங்கடா. மேக்னெட்டுக்கு கூட போகாது, கியரும் போட வைக்குது. ஓகே, மாசா மாசம் என்ஜின் ஆயில் டேய் போங்கடா, டேய் போ.
முட்டை இந்த ஒரு பொட்டை இந்த என்ன காவிட்டே இருக்கு